ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കമ്പനി ബോർഡ് LGSലെ പൊതുജനാരോഗ്യത്തിന്റെ ക്ലാസ് മുഴുവനായിട്ട് എടുത്തു. അപ്പം കമ്പനി ബോർഡ് LGS സിലബസ് ഇതേ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതിൽ പൊതുജനാരോഗ്യത്തിന് 10 മാർക്കുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം അത് കംപ്ലീറ്റ് ചെയ്തു. അത് കാണാത്തൊരു പ്ലേലിസ്റ്റ് നോക്കി കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ സയൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സയൻസിന് 10 മാർക്കാണ്. അതെന്ന് പറയുന്നത് ബയോളജിക്ക് 5 മാർക്ക്, പിന്നെ ഫിസിക്സിനും കെമിസ്ട്രി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് 5 മാർക്ക്. അങ്ങനെയാണ് 10 മാർക്ക്. അപ്പം നമുക്ക് ആദ്യം എന്ത് നോക്കണം എന്നൊന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ, ജീവശാസ്ത്രം ബയോളജിക്ക് 5 മാർക്ക്. അതിൽ ഈ മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ്, ജീവങ്ങൾ അപര്യാപ്തത, കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിള, വനം, വനവിഭവം, പരിസ്ഥിതി പ്രശ്നം, ഇത്ര ഉണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഫ്രണ്ട്ലി PSCയിൽ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിന് അത് ഒന്നുകൂടെ ഇടാം. പിന്നെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും കൂടെ മിക്സ് ചെയ്തിട്ട് 5 മാർക്കിലെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമാണ്. അപ്പോൾ നമുക്കത് പഠിച്ചിട്ട് വരാം. അതുപോലെ അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കാണ്. 2025 പരീക്ഷകളിൽ നമ്മുടെ ബുക്കിൽ നിന്ന് ധാരാളം ചോദിക്കുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വേർഷനാണ്. സിലബസ് അനുസരിച്ചിട്ടുള്ളതും PYQയും എല്ലാം ഈ ബുക്കിലുണ്ട്. SCERT പുതിയതും പഴയതും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ബുക്ക് ഇറക്കിയിരിക്കുന്നത്. ASM പരീക്ഷയ്ക്കൊക്കെ നമ്മുടെ ബുക്കിൽ നിന്ന് തന്നെയാണ് 10ൽ 10 മാർക്കും വന്നത്. അപ്പോൾ മലയാളം ബുക്ക് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുക കേട്ടോ. മലയാളത്തിൽ ബുദ്ധിമുട്ടുന്നവരൊക്കെ ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സും ബുക്കും കൂടെ നോക്കിയാൽ മതി, നല്ല മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ആറ്റം? ആറ്റം എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? നമ്മളൊരു പദാർത്ഥത്തെ മുറിച്ച് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ആ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കൂടെയുള്ള ഏറ്റവും കുഞ്ഞു കണത്തെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുക. ഇപ്പൊ ഈ ചോക്കിനെ മുറിച്ച് ചെല്ലുമ്പോൾ അവസാനം ഒരു കുഞ്ഞു ചോക്ക് പൊടി കാണും. അത് കാണാൻ പോലും കഴിയാത്ത വളരെ നേർത്ത ചോക്ക് പൊടി. എന്നാൽ ആ ചോക്കിന്റെ എല്ലാ സ്വഭാവങ്ങളും അവനിൽ കാണും. അത് വീണ്ടും മുറിച്ചാൽ ആ സ്വഭാവങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പൊ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ ഏറ്റവും കുഞ്ഞു കണത്തെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്ന സങ്കല്പം കിട്ടിയല്ലോ. അപ്പൊ ഇനി ഈ ആറ്റം എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ പൗരാണിക കാലം മുതൽ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് BC 500 മുതൽ ഈ സങ്കല്പം ഫിലോസഫേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് പ്രൂവ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ജോൺ ഡാൾട്ടന്റെ ആ സമയമൊക്കെ വേണ്ടി വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ആറ്റം എന്ന് PSC ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ രാസപരമായ ഏറ്റവും ചെറിയ കണത്തെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഈ ആറ്റവും തന്മാത്രയും മിക്കവർക്കും കൺഫ്യൂഷൻ ആവും. അപ്പൊ ആറ്റമാണ് ഉത്തരവെങ്കിലും മിക്കവാറും എന്താണ് രാസപരമായത് എന്നുണ്ടാവും. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ രാസപരമായ ഏറ്റവും ചെറിയ കണം ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റമാണ്. ആറ്റം എന്ന പദം ഉണ്ടായത്, ആറ്റമോസിന്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥമാണ് ആറ്റമോസിന്. ആ പദത്തിൽ നിന്നാണ് നമ്മുടെ ആറ്റം എന്ന പദം ഉടലെടുത്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് കാലം മുതലേ ഫിലോസഫേഴ്സിന്റെ ഇടയ്ക്ക് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും കുഞ്ഞു കണങ്ങൾ കൊണ്ടാണ് എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് തുടങ്ങിയ ഐഡിയ ഉണ്ടായത്. പക്ഷെ അവർക്ക് ശാസ്ത്രപരമായിട്ട് കണ്ടെത്താൻ കഴിയാഞ്ഞുകൊണ്ട് നമുക്കത് ഫിലോസഫിക്കലായിട്ട് പഠിച്ചു വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ ആ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം നോക്കാൻ പോവാണ്. 500 BC മുതൽ ഏൻഷ്യന്റ് ഇന്ത്യയിലും അതുപോലെ ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ഇടയ്ക്കും ഈ അടിസ്ഥാന കണത്തെ പറ്റി ഒരു ആശയമുണ്ടായിരുന്നു. കുഞ്ഞു കണത്തെ പറ്റി ആശയമുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമ്മളുടെ പൗരാണിക ഇന്ത്യയിലെ മഹർഷിയായിരുന്ന കണാദ മഹർഷി ഇതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ ഒരു കുഞ്ഞു കണം, ഒരു പരമാണു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെയിം ഈ ആറ്റം കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ കണാദ മഹർഷി, അതിന്റെ ബുക്കിന്റെ പേരാണ് വൈശേഷിക സൂത്രം. അപ്പൊ അതില് പ്രസ്താവിക്കുകയുണ്ടായി കുഞ്ഞു കണങ്ങളാലാണ് വസ്തുക്കളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പരമാണു സിദ്ധാന്തം ആരുടെയാണ്? നമ്മളുടെ ഭാരതീയ മുനിയായിട്ടുള്ള കണാദന്റെയാണ്. അപ്പൊ ഇന്ത്യയുടെ കഴിഞ്ഞു. ഇനി ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഇതുപോലെ പരമാണു സങ്കല്പം, കുഞ്ഞിക്കണത്തിന്റെ സങ്കല്പം, ആറ്റത്തിന്റെ സങ്കല്പം. അപ്പൊ അവരാണ് ഡെമോക്രൈറ്റസും അതുപോലെ ലൂസിഫസും. അപ്പൊ ഇവരും പറഞ്ഞു പ്രപഞ്ചത്തിലെ വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്ന കുഞ്ഞു കണം കൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഡെമോക്രാറ്റസ് പറഞ്ഞു അതിനെ ആറ്റം എന്ന് പറയുകയും ചെയ്തു കേട്ടോ. ഡെമോക്രാറ്റസ് അതിനെ ആറ്റം എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതൊക്കെ എന്താണ്? ഫിലോസഫിക്കലാണ്, ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളിങ്ങനെ എന്താണ് വിശ്വാസമായിട്ടുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് സയൻസിൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശാസ്ത്രീയമായി ആറ്റത്തെ പറ്റിയുള്ള അടിസ്ഥാന പഠനങ്ങളൊക്കെ നടന്നത് നമ്മളുടെ 1807 വർഷത്തില്
നമ്മളുടെ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി വന്നത് മുതലാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആദ്യത്തെ PSC ക്വസ്റ്റ്യൻ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത്? നമ്മുടെ ജോൺ ഡാൾട്ടൻ ആണ്. അപ്പൊ ആറ്റം ഡാൾട്ടൻ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൻ ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് തിയറി കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചതിന് ശേഷം അറ്റോമിക് തിയറി, പദാർത്ഥങ്ങൾ, പ്രകൃതിയിലെ പദാർത്ഥങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ആറ്റം കൊണ്ടാണ്, ഏറ്റവും ചെറിയ കണമായ ആറ്റം കൊണ്ടാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പൊ അറ്റോമിക് തിയറി കണ്ടെത്തിയത് നമ്മുടെ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഡാൾട്ടൻ ആണ്. അതുപോലെ ഓരോ മൂലകത്തിലെയും ആറ്റങ്ങൾക്ക് നിശ്ചിത മാസ് ഉണ്ട്. അപ്പൊ മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മൂലക ആറ്റത്തിനും നിശ്ചിത മാസ് ഉണ്ടെന്നും അതുപോലെ അറ്റോമിക സിദ്ധാന്തവും ആറ്റവും ഒക്കെ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ജോൺ ഡാൾട്ടൻ ആണ്. അതുപോലെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ അത് പ്രസ്താവിച്ചത് നമ്മുടെ ജോൺ ഡാൾട്ടൻ ആണ്. അടുത്ത മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ് ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത്, അപ്പൊ ആറ്റം കണ്ടുപിടിച്ച ജോൺ ഡാൾട്ടൻ ആണെങ്കിലും ആറ്റം എന്ന പദം നിർദ്ദേശിച്ചതാണ് ഓസ്റ്റ്വാൾഡ് കേട്ടോ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓസ്റ്റ്വാൾഡ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കിട്ടിയില്ലേ? അതുപോലെ നമ്മുടെ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിക്ക് ഈ 3 ലോസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഏതൊക്കെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അത് ആരുടെയാണ്? അത് ലാവോസിയുടെയാണ് കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലാവോസിയുടെയാണ്. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ ജോസഫ് സ്പ്രൗട്ടിന്റെയാണ് കേട്ടോ. ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ ജോസഫ് സ്പ്രൗട്ടിന്റെയാണ്. അതുപോലെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ജോൺ ഡാൾട്ടന്റെ ആണ്. നമ്മുടെ ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് ഈ 3 നിയമങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ നമ്മുടെ സ്ഥിതവൈദ്യുതിയിലെ ഇപ്പൊ നമ്മള് ഈ കമ്പിളിയിലെ എബണൈറ്റ് റോഡ് കൊണ്ട് ഉരസുമ്പോൾ, അതുപോലെ ചീപ്പ് മുടി ചീകി കഴിയുമ്പോൾ പേപ്പർ ചാടി പിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല, സ്റ്റാറ്റിക് എനർജി, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. എന്നാൽ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ ജോൺ ഡാൾട്ടന് ഈ ഒരു മാതൃകയ്ക്ക് കഴിഞ്ഞില്ല. അപ്പൊ പോരായ്മകൾ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടുത്ത ആറ്റം മോഡൽ കൊണ്ടുവരും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ജോൺ ഡാൾട്ടന്റെ ഇവിടം വരെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെ ഫുൾഫിൽ ചെയ്തെങ്കിലും ഈ കോമ്പില് നമ്മുടെ ചീപ്പിൽ ചാർജ് വരുന്ന എങ്ങനെയാണെന്നൊന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. ആ ഒരു സ്റ്റേജ് മുതല് ആറ്റത്തിന്റെ സബറ്റോമിക കണങ്ങളെ പറ്റിയുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ തുടങ്ങിയ ഐഡിയകളെ പറ്റിയിട്ട്. അപ്പൊ ആ ഒരു സങ്കല്പത്തെ പറ്റി റിസർച്ച് ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പഠിക്കാം. ഇപ്പൊ ജോൺ ഡാൾട്ടന്റെ മാതൃകയ്ക്ക് പരിമിതി വരുമ്പോൾ നമ്മൾ അടുത്ത മാതൃക കൊണ്ടുവരും. അപ്പൊ ഇനി നമ്മൾ അടുത്ത മാതൃകയാണ് പറയാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ജോൺ ഡാൾട്ടന്റെ ആറ്റം മോഡലിന് ഒരു പേരുണ്ട് കേട്ടോ. ഏതാണ്? സോളിഡ് സ്പിയർ മോഡൽ. നമ്മുടെ ജോൺ ഡാൾട്ടന്റെ ആറ്റം മോഡലിന്റെ പേരെന്തായിരുന്നു? അദ്ദേഹം പ്രസന്റ് ചെയ്ത ആറ്റം മോഡലിന്റെ പേര് സോളിഡ് സ്പിയർ മോഡല്. വട്ടത്തില് ഒരു ആറ്റം, ഒരു കുഞ്ഞു കണം ആറ്റം വട്ടത്തിലുള്ള അല്ലെ, ഇപ്പൊ സോളിഡ് സ്പിയർ മോഡലാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അത് അടുത്ത കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അടുത്ത ആറ്റം മോഡൽ വന്നു. അതോടൊപ്പം നമ്മൾ ഒരു ചാർജ് കൂടെ കണ്ടെത്തി. സബറ്റോമിക് കണങ്ങളുടെ ഡിസ്കവറീസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഫലമായിട്ട് അപ്പോൾ ആറ്റത്തിലെ 3 കണങ്ങളാണെന്ന് നമുക്കറിയാം. ആറ്റത്തിന്റെ അതിൽ ആദ്യം കണ്ടെത്തിയത് ഇലക്ട്രോണുകളാണ്. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയത് നമ്മുടെ ജെ തോംസൺ ആണ്. അതിന്റെ കോഡ് ഒരുമിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പൊ മോഡൽ മാത്രം പഠിക്കുക. അപ്പൊ ജെ തോംസൺ ഇലക്ട്രോണുകൾ കണ്ടെത്തി. അതോടൊപ്പം അദ്ദേഹം ഒരു ആറ്റത്തിന്റെ മോഡലും കൂടെ നമുക്ക് നൽകി. അപ്പോ ജെ തോംസന്റെ ആറ്റം മോഡൽ അറിയപ്പെടുന്നത് അതിന്റെ ഒരു ഷേപ്പ് വെച്ച് അത് അറിയപ്പെടുന്നത് ഈ ക്രിസ്മസിന് പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ഷേപ്പാണ്. അപ്പൊ അദ്ദേഹം പ്രസന്റ് ചെയ്ത ആറ്റം മോഡലിന്റെ പേരാണ് പ്ലം പുഡിംഗ്, അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ്, അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ. അതായത് ഇതാണ് അദ്ദേഹം പ്രസന്റ് ചെയ്ത ആറ്റത്തിന്റെ സ്ട്രക്ചർ. പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തില് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള ഗോളത്തില് ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. എങ്ങനെ? ഇപ്പൊ നമ്മുടെ തണ്ണിമത്തന്റെ അകത്ത് കുരു ഇരിക്കുന്ന പോലെ, തണ്ണിമത്തനിൽ കുരു ഇരിക്കുന്നത് പോലെയാണ് ആ ഷേപ്പ്. അപ്പൊ നമുക്ക് അതിനെ വാട്ടർ മെലൺ മാതൃക എന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കില്ലേ, ആ കേക്കില് ഈ മുന്തിരി അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കില്ലേ,
ഉണക്കമുന്തിരിയൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്ന ഷേപ്പ് അല്ലേ ഇത്. അപ്പൊ ആ ഷേപ്പ് വെച്ചിട്ട് ആ ജെ തോംസന്റെ മോഡൽ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? പ്ലം പുഡിംഗ്, റേസിൻ. റേസിൻ എന്താ? ഉണക്കമുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെ. റേസിൻ പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർമെലന്റെ ഷേപ്പ് ആയതുകൊണ്ട് വാട്ടർമെലൻ മാതൃക. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് പ്ലം പുഡിംഗ് മാതൃക ആരുടെയാണ്? ജെ തോംസന്റെ. ഓർത്ത് വയ്ക്കാനുള്ള കോഡ് പറയാൻ പോവാണ്, പിടിച്ചു. അപ്പൊ ഓർത്ത് വയ്ക്കാനുള്ള കോഡ് ഇതാണ്. നമ്മളുണ്ടല്ലോ ഈ ജെ തോംസനെ ഞാൻ ജെയ് തോംസൺ ആക്കുകയാണ്. അപ്പൊ ജെയ് തോംസൺ വെച്ച് നമ്മൾ ജയിക്കുമ്പോഴല്ലേ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത്. അപ്പൊ ജയിക്കുമ്പോ കേക്ക് മുറിച്ച് ആഘോഷിക്കും. ജെയ് തോംസൺ വെച്ച് കേക്ക് മുറിക്കും വെച്ചിട്ട് പ്ലം പുഡിങ്, റേസിൻ പുഡിങ്, വാട്ടർമെലൺ ആലോചിക്കുക. അപ്പൊ ജയിക്കുമ്പോ കേക്ക് മുറിക്കും. പ്ലം പുഡിങ് ആരാ? ജെയ് തോംസൺ വെച്ച് ജെ തോംസൺ ആലോചിക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് വെച്ച് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വലി വിന്യസിച്ചിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഈക്വലി വിന്യസിച്ചിരിക്കുന്നുണ്ട്. എന്താണ് ആറ്റം എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തത്. അപ്പൊ എന്തുണ്ടെങ്കിലും അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്ത സയന്റിസ്റ്റ് പരീക്ഷണം നടത്തുമല്ലോ. അടുത്തതായിട്ട് പരീക്ഷണം നടത്തിയ ആളാണ് നമ്മളുടെ ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർഷം കണ്ടോ? 1911. അപ്പൊ നെക്സ്റ്റ് 1911 ഏണസ്റ്റ് റുദർഫോർഡ് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. അപ്പൊ അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിന്റെ പേരാണ് ആൽഫ സ്കാറ്ററിംഗ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അതായത് അദ്ദേഹം ആൽഫ കണങ്ങളെ ഒരു ഗോൾഡ് ഫോയിലേക്ക് കടത്തിവിട്ടു. അപ്പൊ ഗോൾഡ് ഫോയിലിൽ ഗോൾഡിന്റെ ആറ്റംസ് ഉണ്ടാവില്ലേ? അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിളെ ഗോൾഡ് ഫോയിലിലേക്ക് കടത്തിവിട്ടപ്പോൾ അദ്ദേഹത്തിന് കാണാനായി ഈ ഗോൾഡിന്റെ ആറ്റത്തിന്റെ സെന്റർ ഭാഗത്തൂടെ നമ്മുടെ ആൽഫ കണം പോണില്ല, പക്ഷെ ബാക്കിയുള്ള ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. സെന്റർ ഭാഗത്ത് എത്തുമ്പോൾ ഇവൻ തിരിച്ചിങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആൽഫ കണത്തിന് പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പൊ ആൽഫ കണം ഈ സെന്ററിൽ എത്തുമ്പോൾ തിരിച്ചു പോകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും സെന്ററില് പോസിറ്റീവ് ചാർജ് ഉള്ള എന്തോ ഒരു സംഗതി ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിൽ നിന്ന് ആറ്റത്തിന്റെ സെന്ററിലാണ് പോസിറ്റീവ് ചാർജ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ആ പോസിറ്റീവ് ചാർജുള്ള ആറ്റത്തിന്റെ സെന്റർ ആണ് ന്യൂക്ലിയസ് എന്നും അദ്ദേഹം കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ഈ ആൽഫ സ്കാറ്ററിംഗ് ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആൽഫ സ്കാറ്ററിംഗ് ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തിയത് ആരാണ്? നമ്മുടെ റുദർഫോർഡ് ആണ്. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. ന്യൂക്ലിയസിന് ഏത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ന്യൂക്ലിയസ് കണ്ടെത്തിയതും അതുപോലെ പ്രോട്ടോൺ കണ്ടെത്തിയതും ആരാ? അത് നമ്മുടെ റുദർഫോർഡ് ആണ്. അതുപോലെ അദ്ദേഹത്തെ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നും പറയുന്നുണ്ട്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് റുദർഫോർഡ് ആണ്. അപ്പൊ നമ്മുടെ ആറ്റം മോഡലിലേക്ക് വന്നില്ല അല്ലെ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പിയറയിൽ ചുമ്മാ അവിടെ ഇവിടെ ഒന്നും അല്ല ഇലക്ട്രോണുകൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആറ്റത്തിന്റെ സെന്ററിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളതെന്നും അതുപോലെ ഈ പറയുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അതിന്റെ ചുറ്റിനുമാണെന്നും അദ്ദേഹം ആ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. അതായത് ഇപ്പോ സെന്ററിൽ സൂര്യൻ നിൽക്കുന്നു, ഗ്രഹങ്ങൾ അതിന്റെ ചുറ്റിനും കറങ്ങുന്ന പോലെയാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ആ സ്ട്രക്ചറിനെ നമ്മൾ സൗരയുധ മാതൃക എന്നും പ്ലാനറ്ററി മോഡൽ എന്നും ന്യൂക്ലിയർ മോഡൽ എന്നും സോളാർ മോഡൽ എന്നൊക്കെ വിളിക്കുന്നു. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് സൗരയുധ മാതൃക. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ഡെവലപ്പ് ചെയ്തത് ആരാണ്? റുദർഫോർഡ് ആണ്. മോഡൽ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇപ്പൊ നോക്കിയേ, സെന്ററിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ്, അതിന്റെ ചുറ്റുമാണ് ഇലക്ട്രോണുകൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ സൗരയുധ മാതൃകയിൽ അദ്ദേഹം കൊണ്ടുവന്നത്. വർഷം 1911. എന്നാൽ അതിനും ചെറിയ ഡ്രോബാക്സുകൾ ഉണ്ടായിരുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മളുടെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിനെ വലം വയ്ക്കുമ്പോൾ കാലക്രമത്തിൽ ഈ ഇലക്ട്രോൺസിന് ചാർജ് നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിലേക്ക് പതിക്കണം. പക്ഷേ ആറ്റത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതായത് അതിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ റുദർഫോർഡിന്റെ മോഡലിന് കഴിഞ്ഞില്ല. അപ്പൊ പോരായ്മ വരുമ്പോ എന്താവും? അടുത്ത മോഡൽ വരും. അപ്പൊ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ഡ്രോബാക്ക് എന്തായിരുന്നു?
ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ പറ്റി വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മോഡൽ വന്നു. അടുത്ത മോഡൽ 1913 നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ. എന്തെന്ന് അറിയപ്പെടുന്നു? ബോർ ആറ്റം മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ബോർ ആറ്റം മോഡലിൽ നിന്ന് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ആധുനിക ആറ്റം മാതൃക സമ്മാനിച്ചത് ആരാണ്? അതായത് ആധുനിക ആറ്റം മാതൃക എന്നറിയപ്പെടുന്നത് ആരുടെയാണ്? ബോർ ആറ്റം മോഡലിന്റെയാണ്. ആധുനിക ആറ്റം മാതൃക എന്നറിയപ്പെടുന്നത് ബോർ ആറ്റം മോഡലിലാണ്. അതുപോലെ ഓർബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഷെൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മളുടെ ബോർ ആറ്റം മോഡലിലാണ്. ഓർബിറ്റ്, ഷെല്ല്. അതായത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ട് റുദർഫോർഡ് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു എന്ന് മാത്രമാണ്. എന്നാൽ ഇദ്ദേഹം എവിടെ കൂടാണ് കറങ്ങുന്നത്, അഥവാ ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഒരു നിശ്ചിത പാതയിലൂടെയാണെന്നും ആ പാതയുടെ പേരാണ് ഓർബിറ്റ് അഥവാ ഷെൽ എന്നും കുറച്ചുകൂടെ വ്യക്തമാക്കിക്കൊണ്ടൊരു പ്ലാനാണ് നമ്മളുടെ ബോർ ആറ്റം മാതൃക തന്നത്. ആദ്യകാലങ്ങളിൽ വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മാതൃകയായിരുന്നു നമ്മളുടെ ബോർ ആറ്റം മാതൃക. ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാൻ നിശ്ചിത പാതയുണ്ട്, ആ പാതയുടെ പേരാണ് ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് ഒക്കെ തന്നത് അദ്ദേഹമാണ്, ഓർബിറ്റ് അഥവാ ഷെല്ല്. അതുപോലെ ഈ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക്, ഇപ്പൊ ഇന്ന ഷെല്ലിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഇന്ന ഊർജ്ജമുണ്ട്. അപ്പൊ അതേ ഷെല്ലിലാണ് കറങ്ങുന്നതെങ്കിൽ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല, ഫിക്സഡ് ഊർജ്ജത്തിൽ പോകും. അതുപോലെ ഷെല്ലുകൾ ഏതൊക്കെയാണ്? KLMN, അങ്ങനെ ഷെല്ലുകൾ, കെയും എല്ലും എമ്മും എന്നൊക്കെ ഷെല്ലുകളാണ്. അപ്പൊ ഇപ്പൊ ഒന്നാമത്തെ ഷെല്ല് K ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് L, മൂന്നാമത്തത് M, നാലാമത്തെ N, അങ്ങനെ KLMN എന്ന് പറഞ്ഞു പോകും. അങ്ങനെ ഓരോ ഷെല്ല് കൂടുന്തോറും ആദ്യത്തെ ഷെല്ലിലെ ഊർജ്ജ നിലയല്ല രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ ഊർജ്ജം കൂടും, മൂന്നാമത്തെ ആകുമ്പോൾ വീണ്ടും ഊർജ്ജം കൂടും. അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും, ഷെല്ലുകളുടെ എണ്ണം കൂടും തോറും എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും ഷെല്ലിന്റെ ഊർജ്ജ നില കൂടുന്നു. അതുപോലെ ഈ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. K ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 2n². 2n² എന്ന് പറയുന്ന ഇക്വേഷൻ. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്. അപ്പൊ നമ്മൾ n-ന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പൊ 1-ന്റെ സ്ക്വയർ 1, അതായത് K ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഇനി L-ലാണ് ചോദിക്കുന്നതെങ്കിൽ L-ന്റെ നമ്പർ എത്രയാണ്? 1-ാം ഷെല്ല്, 2-ാം ഷെല്ല്. അപ്പൊ L-ന്റെ നമ്പർ 2 ആണ്. അപ്പൊ 2 × 2². അപ്പൊ എത്രയാണ്? 8. അതുപോലെ കണ്ടുപിടിച്ച് 2n² വെച്ച് കണ്ടുപിടിച്ചാല് M ഷെല്ലില് 18ഉം N ഷെല്ലില് 32 എന്ന് കിട്ടും. ഇത് PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ മോഡലിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന നിശ്ചിത പാതയ്ക്ക് പറയുന്ന പേരാണ് ഡാഷ്. ഏതാണ്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിലും ചില ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആറ്റംസ് ചേർന്ന് മോളിക്യൂളായി കെമിക്കൽ ബോണ്ടിങ്, അപ്പൊ അതിനെ പറ്റിയുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അദ്ദേഹത്തിന്റെ മോഡലിന് വ്യക്തത കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം മാത്രമേ വ്യക്തതയോടെ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ഡ്രോബാക്സ് ഒന്നും നമ്മളോട് ചോദിക്കില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കുറച്ച് ഡ്രോബാക്സ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, അതിന്റെ ഹയർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടുത്ത മോഡൽ കൊണ്ടുവന്നു. അതാണ് നമ്മളുടെ 1926 കാലഘട്ടത്തിൽ വന്ന നമ്മളുടെ എർവിൻ ഷ്രോഡിംഗറുടെ മാതൃക. അപ്പോൾ എർവിൻ ഷ്രോഡിംഗറുടെ മാതൃകയാണ് നമ്മളുടെ ആറ്റം എന്ന് പറയുന്ന ആറ്റം മോഡലിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മാതൃക. മോസ്റ്റ് ആക്യുറേറ്റ് മാതൃക ഏതാണ്? നമ്മളുടെ ഷ്രോഡിംഗറുടെ മാതൃകയാണ്. അപ്പൊ നമ്മളുടെ പ്രധാന ചോദ്യം ഇതാണ്, ആറ്റത്തിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക ആരാണ്? ആറ്റത്തിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക സമർപ്പിച്ചത് എർവിൻ ഷ്രോഡിംഗർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക എന്ന് പറയുമ്പോൾ എർവിൻ ഷ്രോഡിംഗർ ആണ്. അതുപോലെ നമ്മൾ 2 പ്രധാനപ്പെട്ട PSCക്ക് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസും കൂടെ ഈ ഒരു ഭാഗത്ത് പഠിക്കണം. നമ്മളുടെ ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം കണ്ടെത്തിയത് ആരാണ്? ഡി ബ്രോളിയാണ്. ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ, ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം ഡി ബ്രോളിയാണ്. അതുപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആരുടെയാണ്? ഹെയ്സൻബർഗ്. അപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഹെയ്സൻബർഗിന്റെ ആണ്. അതുപോലെ ദ്വൈത സ്വഭാവം, ഇലക്ട്രോണുകളുടെ ദ്വൈത സ്വഭാവം കണ്ടെത്തിയത് ഡി ബ്രോളിയാണ്. അപ്പൊ 2 സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ മെത്തേഡിൽ എന്ന് പറഞ്ഞാല് നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടാൻ വളരെ ചാൻസ് ഉള്ള മേഖലകൾ കുറച്ചുകൂടെ വ്യക്തത തന്നു, ഏത് ഭാഗത്താണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. എർവിൻ ഷ്രോഡിംഗറുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്
വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആറ്റം മോഡൽ. അപ്പൊ അതില് ഒരു ഊർജ മേഖല എന്നൊരു കൺസെപ്റ്റ് കിട്ടുന്നുണ്ട്. അതായത് നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടാൻ വളരെ ചാൻസ് ഉള്ള മേഖലകളെയാണ് ഊർജ മേഖലകൾ എന്ന് പറയാ. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ, ആ മേഖലയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിലാണ് സബ് ഷെല്ലുകൾ എന്നൊരു ആശയം വരുന്നത്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന സബ് ഷെല്ലുകൾ എസ് സബ് ഷെല്ല്, പി ഡി എഫ്, എസ് പി ഡി എഫ്. അതുപോലെ ഇതിന്റെ ഈ സബ് ഷെല്ലുകളുടെ ഷേപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എസ് സബ് ഷെല്ലിന് സ്പെറിക്കൽ ഷേപ്പാണ്, പിക്ക് ഡംബൽ ഷേപ്പാണ്, ഡിക്ക് ഡബിൾ ഡംബലിന്റെ ഷേപ്പാണ്, എഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതുപോലെ ഇതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. എസില് 2, പിയില് 6, ഡിയില് 10, എഫില് 14. അപ്പൊ നമ്മൾ നേരത്തെ ഈ KLMNന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ കെ ഷെല്ലില് ഉള്ള സബ് ഷെല്ല് ഏതാണ്, എസ് മാത്രമാണുള്ളത്. അതുപോലെ എല്ലില് എസും പിയും ഉണ്ട്, എമ്മില് എസും പിയും ഡിയും ഉണ്ട്, എന്നില് എസും പിയും ഡിയും എഫും ഉണ്ട്. അപ്പൊ ഷ്രോഡിംഗറുടെ മാതൃകയുടെ പ്രത്യേകത എന്താ, ഇലക്ട്രോണുകൾ എവിടാണ് കാണുന്നത്, ഏത് മേഖലയിലാണ് കാണുന്നത് എന്ന് വ്യക്തമായ ഒരു ആശയം തരുന്ന മാതൃകയാണ് നമ്മളുടെ ഷ്രോഡിംഗർ അവതരിപ്പിച്ചത്. ഇപ്പൊ ഷെല്ലിലാണെങ്കിൽ, ഇപ്പൊ KLMN എന്ന് പറയുന്ന ഷെല്ലിലാണെന്ന് നമ്മള് ബോർ ആറ്റം മാതൃകയിൽ പറഞ്ഞു. അപ്പൊ ആ ഷെല്ലില് ഏത് മേഖലയിലാണെന്ന് കുറച്ചുകൂടെ വ്യക്തതയോടെ തരുന്ന ഒരു മാതൃകയായിരുന്നു നമ്മളുടെ എർവിൻ ഷ്രോഡിംഗർ സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മാതൃകയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അപ്പൊ അതാണ് ഈ ആറ്റം മാതൃകയിൽ വളരെ വ്യക്തതയോടെ, ഇപ്പൊ കിട്ടിയിരിക്കുന്നതിൽ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഇലക്ട്രോൺ വിന്യാസം പറയുന്ന മാതൃക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പടമൊക്കെ ഉൾപ്പെടുത്തി പഠിച്ചുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ വർഷമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നാള് കഴിഞ്ഞ് അടുത്ത ആള് അങ്ങനെ ഒരു ഐഡിയയും കൂടെ കിട്ടുമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം, ജയിക്കുമ്പോ കേക്ക് മുറിക്കും എന്നുള്ള രീതിയിൽ J.J. തോംസൺ പ്ലം പുഡിംഗ് ആണ് നോക്കുക. അതുപോലെ റുദർഫോർഡ് സൗരയുധ മാതൃക, പിന്നെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനറ്ററി, ന്യൂക്ലിയർ മോഡൽ, സോളാർ മോഡൽ എല്ലാം അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹമാണ് ഈ സെന്റർ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്, ന്യൂക്ലിയസിന്റെ അകത്തുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ചതും, പിന്നെ ആൽഫ സ്കാറ്ററിംഗ് ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തിയ അദ്ദേഹമാണ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. ഇനി അടുത്ത മാതൃക കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളത്, ന്യൂക്ലിയസിന് ചുറ്റും ഈ പറയുന്ന ഷെല്ലിലൂടെയാണോ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പൊ ഷെല്ലിലൂടെ സഞ്ചരിച്ചെങ്കിൽ ബോർ ആകുക എന്നുള്ള രീതിയിൽ ബോർ ആറ്റം മോഡലിലാണ് ഷെല്ല് പാതയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, ഒരേ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്നുള്ള രീതിയിൽ ബോർ ആറ്റം മോഡലും ആലോചിക്കുക. അതിലാണ് ഓർബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പിന്നെ ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് ഷ്രോഡിംഗറുടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തതയോടെ പഠിക്കുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത പാർട്ട് നോക്കാം. അടുത്തത് നമുക്ക് ആറ്റത്തിലെ കണങ്ങളെ കുറിച്ച് പഠിക്കാം. ശ്രദ്ധിക്കുക, ആറ്റത്തിന്റെ കേന്ദ്രത്തിന് പറയുന്ന പേരെന്താണ്, ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്, റുദർഫോർഡ്. അതുപോലെ ആറ്റത്തിന്റെ കേന്ദ്രത്തിന്റെ അഥവാ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ്. ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 2 കണങ്ങളുണ്ട്. ആറ്റത്തിന് മൊത്തം എത്ര കണങ്ങളാണുള്ളത്, ആറ്റത്തിന് മൊത്തം പ്രധാനമായിട്ട് 3 കണങ്ങൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതില് പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസിലാണ് ഇരിക്കുന്നത്. അതുപോലെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ന്യൂട്രൽ ചാർജ് ഇല്ല. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ കേന്ദ്രത്തിലായിരിക്കുന്ന പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ന്യൂട്രൽ ചാർജ് ഇല്ല. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ റുദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. അതുപോലെ പ്രോട്ടോൺ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡെന്നും ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഐഡന്റിറ്റി കാർഡെന്നും ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഇനി ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഡാഷ്. എന്തെന്നാ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റത്തിലെ അറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ. അങ്ങനെയാണെങ്കിൽ ആ പ്രോട്ടോണിന്റെയും അതുപോലെ ന്യൂട്രോണിന്റെയും എണ്ണം എന്താ അറിയപ്പെടുന്നത്, മാസ് നമ്പർ.
ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം അറിയപ്പെടുന്നത് മാസ് നമ്പർ എന്നാണ്. അതിൽ നിന്ന് എപ്പോഴും ചോദ്യമുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ അതൊന്നും അറിയായിരിക്കും, ഓർത്ത് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. പ്രോട്ടോണിന്റെ ആ പോസിറ്റീവ് ചാർജ് ആണ് റുദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. ആറ്റത്തിന്റെ അടുത്ത കണമാണ് ന്യൂട്രോൺ, സെന്ററിലുള്ള കണം. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ കണ്ടുപിടിച്ച ജെയിംസ് ചാഡ്വിക് ആണ്. അതുപോലെ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ന്യൂക്ലിയസിൽ കാണുന്ന ഇവന്മാരെ രണ്ടുപേരെയും അറിയപ്പെടുന്നത് ന്യൂക്ലിയോൺ എന്നാണ്. ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങളായതുകൊണ്ട് അവന്മാരെ എന്താണ് വിളിക്കുന്നത്? ന്യൂക്ലിയോണുകൾ എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയോണുകൾ. അടുത്തത്, ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിലൂടെ കറങ്ങുന്ന ആറ്റത്തിന്റെ ഭാഗമാണ് ആര്? ഇലക്ട്രോൺ. അപ്പൊ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന ആറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ആറ്റത്തിന്റെ കണമായ ഇലക്ട്രോണുകൾ കണ്ടെത്തിയത്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ഇനി ഇത് ഓർത്തു വെക്കാനൊരു കാര്യം, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാ? റുദർഫോർഡ്. അപ്പൊ റുദർഫോർഡ് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നുള്ള രീതിയിൽ, അപ്പൊ എന്താ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും എന്താ പോസിറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ സ്ട്രെയിറ്റ് ഫോർവേഡ് വെച്ചിട്ട് റുദർഫോർഡ് പോസിറ്റീവ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ NRTC എന്ന് പറയുന്ന കോഡുണ്ട്. സപ്പോസ് മറന്നു പോവാണെങ്കിൽ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി, പെട്ടെന്ന് പ്രോട്ടോൺ കണ്ടുപിടിച്ച് തരാമെന്ന് ചോദിക്കുമ്പോൾ പോസിറ്റീവ് ഫോർവേഡ്, അപ്പൊ റുദർഫോർഡ്, അങ്ങനെ ഒന്ന് ഓർക്കാം, അതിന് വേണ്ടി മാത്രം. അതുപോലെ ന്യൂട്രോൺ ചാർജ് ഇല്ല. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ വണ്ടിയൊക്കെ ഇപ്പൊ കാറൊക്കെ ആണെങ്കിൽ ന്യൂട്രലിൽ ഇടാണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഇടുമ്പോൾ അങ്ങ് ചാടിപ്പോകുമല്ലോ. അപ്പൊ ന്യൂട്രലിൽ ഇട്ടില്ലെങ്കിൽ വണ്ടി ചാടും. ചാഡ്വിക് ഓർക്കാലോ, ന്യൂട്രലിൽ ഇട്ടില്ലെങ്കിൽ വണ്ടി ചാടും, ന്യൂട്രോണ് ചാടും. ചാഡ്വിക് ഓർക്കാലോ. പിന്നെ അടുത്ത ആളാരാ? നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച പ്ലം പുഡിങ് ജെ തോംസൺ. അപ്പൊ അത് വെച്ച് ഇലക്ട്രോൺ നിങ്ങൾ ഓർക്കും അല്ലെ? അത് മാത്രമല്ല, ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തോടെ നമ്മൾ സയൻസിൽ പല രംഗത്തും അങ്ങ് ജയിച്ചില്ലേ? ജെ തോംസൺ ഓർത്തൂടെ? മൂന്നും പെട്ടെന്ന് പഠിച്ചെന്നാണ് എൻ്റെ ഒരു ധാരണ. പഠിച്ചു കാണുമായിരിക്കും അല്ലെ? ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് പഠിച്ചു. പെട്ടെന്ന് ന്യൂട്രോൺ ആരാ, ഇലക്ട്രോൺ ആരാ, അതുപോലെ പ്രോട്ടോൺ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ ഇലക്ട്രോണിന് പേര് കൊടുത്ത ആളാരാണ്? കടിച്ചാ പൊട്ടാത്ത പേരൊന്നും അല്ല കൊടുത്തത്. അതാണ് ജോൺ സ്റ്റോൺ സ്റ്റോണി അല്ലെ? പേര് കല്ലെന്നൊക്കെയാണ്, പക്ഷെ കടിച്ചാ പൊട്ടാത്ത പേരൊന്നും അല്ല. സിമ്പിൾ പേരാ കൊടുത്തത്. ആരാ കൊടുത്തേ? ജോൺ സ്റ്റോൺ സ്റ്റോണി ആണ് കൊടുത്തത് കേട്ടോ. ഇലക്ട്രോൺ എന്ന പേര് കൊടുത്തത് ജോൺ സ്റ്റോൺ സ്റ്റോണി ആണ്. ഇനി ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കഴിഞ്ഞ LDയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ആളാരാണ്? ചാർജിന്റെ മൂല്യം മില്ലിഗൺ. മില്ലിഗണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത പരീക്ഷണത്തിന്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. നമ്മൾ +2 പഠിച്ചാണ് അല്ലെ? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പോ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിക്കാനായിട്ട് മില്ലിഗണയെ സഹായിച്ച എക്സ്പെരിമെന്റ് ആണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇത്രയും നല്ല കലക്കനായിട്ട് മനസ്സിലായി കാണുമല്ലോ അല്ലെ? അതുപോലെ ആ കോഡൊക്കെ പെട്ടെന്ന് കിട്ടിക്കാണുമായിരിക്കുമല്ലോ അല്ലെ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ NRTS ആണ്, നിങ്ങൾ RTC ഒക്കെ ഒരുമിപ്പിച്ചൊക്കെ വരുമ്പോൾ ഇച്ചിരി സെക്കൻഡുകളൊക്കെ നഷ്ടപ്പെടും. പക്ഷെ മറ്റത് പെട്ടെന്ന് ചാടിപ്പോകും എന്നൊക്കെ പറയുമ്പോൾ ന്യൂട്രലിൽ ചാടും, പെട്ടെന്ന് ചാടുകൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോഡ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ മെത്തേഡിൽ പഠിച്ചോ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 3 കണങ്ങളാണുള്ളത് ആറ്റത്തിന്. ഇനി അവന്മാരുടെ ചാർജും പഠിക്കണം, മാസും പഠിക്കണം, കാരണം അത് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോട്ടോണിന്റെ മാസ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. -27 കിലോഗ്രാം ആണ്, കുറേയൊന്നുമില്ല, ഇച്ചിരി ഉള്ളൂ. അടുത്തത് ന്യൂട്രോണിന്റെ മാസ്. അപ്പൊ ആറ്റത്തിലെ ഏറ്റവും മാസ് കൂടിയവനാണ് ആര്? ന്യൂട്രോൺ. ഇമ്പോർട്ടന്റ് ആണ്. അവന്റെ എത്രയാണ്? ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 1.674 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഇനി അടുത്തവന്റെ ഇലക്ട്രോൺ, അവന്റെ പ്രത്യേകത എന്താണ്? ആറ്റത്തിലെ ഏറ്റവും മാസ് കുറഞ്ഞ കണം, ഇമ്പോർട്ടന്റ് ആണ്, മാസ് കുറഞ്ഞതാണ്. അവന്റെ എത്രയാണ് വാല്യൂ? 9.1 ഇൻറ്റു 10⁻31. അപ്പൊ ഇത് 1 അല്ലേ, ഇത് 9 ഇല്ലേ? എന്ത് -31 ആയി. ഇവന്മാർക്കൊക്കെ -27 ഉള്ളൂ, ഇവന് -31 ഉണ്ട്. അപ്പൊ അത്രയും കുറയുക ചെയ്യുന്നത്. 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. അപ്പൊ മാസ് കൂടിയത് ന്യൂട്രോൺ, ഏറ്റവും മാസ് കുറഞ്ഞത് ഇലക്ട്രോൺ. അപ്പൊ ഒരു ആറ്റത്തിന്റെ മാസ് കൂടുതലും കേന്ദ്രീകരിക്കുന്ന എവിടാ? ആറ്റത്തിന്റെ മാസ് കേന്ദ്രീകരിക്കുന്ന ന്യൂക്ലിയസിലാണ്. ഇത്രയും പക്കയായിട്ട് പഠിച്ചല്ലോ. ഇനി ഒരു SCRT ഫാക്ട് കൂടെ ഉണ്ട്.
നമ്മുടെ ഇലക്ട്രോൺ ഇല്ലേ, ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1/1837 1/1837 വരുന്നുള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1/1837 എന്ന് വെച്ചാൽ വളരെ ചെറുതാണെന്നൊരു അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് SCERT ഫാക്ട് ആണെന്ന് നോക്കി വെച്ചേക്കുക. ഇനി അടുത്തത് നമ്മളുടെ ഈ കണങ്ങളുടെ ചാർജ് ആണ്. ഒരെണ്ണം ഒഴിവായി കിട്ടി, കാരണം എന്താ, ന്യൂട്രൽ ആണ്, അവന് ചാർജ് ഇല്ല. പിന്നെ മറ്റവന്മാരുടെ രണ്ടുപേരുടെയും പഠിച്ചാൽ മതി, അത് സെയിം ആണ്. ഒരുത്തന് പോസിറ്റീവ് ഒരുത്തന് നെഗറ്റീവ് ആണ്. അപ്പം പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്. 1.602 ഇൻറ്റു 10⁻⁻19 കോളംബാണ്. ഇനി അടുത്തവന്റെ ആണെങ്കിൽ ഇലക്ട്രോൺ, അവന് നെഗറ്റീവ് ചാർജ് ആണ്. 1.602 ഇൻറ്റു 10⁻⁻19 കോളം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കണങ്ങൾ പഠിച്ചു, കണങ്ങളുടെ ചാർജ് പഠിച്ചു, മാസ് പഠിച്ചു, കുറെ ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിച്ചു, അറ്റോമിക നമ്പർ എന്താന്ന് പഠിച്ചു, മാസ് നമ്പർ എന്താന്ന് പഠിച്ചു. അറ്റോമിക നമ്പർ എന്താ? പ്രോട്ടോണിന്റെ എണ്ണം. മാസ് നമ്പർ എന്താ? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിലേ ഐസോട്ടോപ്പും ഐസോബാറും എന്താണ്? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാല് ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വിവിധ ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. അപ്പൊ ഐസോട്ടോപ്പുകൾ എന്ന് വെച്ചാൽ ഒരേ അറ്റോമിക നമ്പർ, ഇപ്പൊ പ്രോട്ടോൺ സെയിം ആയിരിക്കും, എന്നാൽ വ്യത്യസ്ത മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാണോ അല്ലെ? ഇപ്പൊ വ്യത്യസ്ത മാസ് നമ്പറുള്ള ഒരേ മൂലകത്തിന്റെ വിവിധ ആറ്റങ്ങൾക്കാണ് നമ്മൾ ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ നമ്മൾ ഹൈഡ്രജന്റെ ക്ലാസ്സിൽ പഠിച്ച് കാണാത്തവരൊന്ന് പോയി കണ്ടേക്കണം. എന്താണ്? പ്രോട്ടിയവും ഡ്യൂട്ടീരിയവും ട്രീഷ്യവും ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഐസോട്ടോപ്പ് ഫോം ചെയ്യുന്നത് ഡാഷിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. പ്രോട്ടോണിന്റെ ആണോ ന്യൂട്രോണിന്റെ ആണോ? ഉറപ്പല്ലേ ന്യൂട്രോണിന്റെ. കാരണം മറ്റെന്താ, ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ ഒരേ അറ്റോമിക സംഖ്യ, അതായത് പ്രോട്ടോണിന്റെ എണ്ണം മാറുന്നില്ല, പിന്നെ എന്തേ മാറുന്നുള്ളൂ? ന്യൂട്രോണിന്റെ എണ്ണേ മാറുന്നുള്ളൂ. അപ്പൊ ഐസോട്ടോപ്പുകൾ ഫോം ചെയ്യണമെങ്കിൽ എന്താണ്, എന്തിന്റെ വ്യത്യാസം മൂലമാണ് ഫോം ചെയ്യുന്നത്? ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം മൂലമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഐസോട്ടോപ്പ് പഠിച്ചു. അപ്പൊ ഇനി ഐസോബാർ എന്താണ്? അപ്പൊ ഐസോബാർ എന്ന് പറഞ്ഞാല് വ്യത്യസ്ത അറ്റോമിക നമ്പരും ഒരേ മാസ് നമ്പറുമുള്ള വിവിധ ആറ്റങ്ങളാണ് നമ്മൾ ഐസോ ബാറുകളിൽ പഠിക്കുന്നത്. അപ്പൊ ഐസോട്ടോപ്പും ഐസോബാറും മനസ്സിലായല്ലോ, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന. അതുപോലെ ഐസോട്ടോപ്പുകളുടെ ഫോർമേഷന് എന്തുകൊണ്ടാണ് നടക്കുന്നത്? ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം മൂലമാണ് നടക്കുന്നത്. അപ്പം അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചുകൂടെ ഫാക്ട്സ് ഉണ്ട്. ഏറ്റവും ലഘുവായ ആറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജന്റെ ആറ്റമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഏറ്റവും ചെറിയ ആറ്റം ഹീലിയത്തിന്റെ ആറ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ആറ്റം ഏതാ? ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയത്തിന്റെ ആറ്റമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ നമ്മൾ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പഠിച്ച അത്രയും ഭാഗത്തുനിന്ന് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് മുൻകാല ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പോസിറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിലെ കണം ഏതാണ്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് പ്രോട്ടോൺ. അപ്പൊ ഏത് കണമാണ്? പ്രോട്ടോൺ ആണ്, പ്രോട്ടോൺ. അടുത്തത് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം. ചാർജ് ഇല്ല, ന്യൂട്രൽ ആണെന്നല്ലേ നമ്മൾ പഠിച്ചേ. ഏതാണ്? ന്യൂട്രോൺ ആണ് കേട്ടോ. ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. ഇനി അടുത്തത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ആണ്. അടുത്ത ചോദ്യം, അതുപോലെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ മൂന്ന്, ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാ. ഒത്തിരി പരീക്ഷകൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ കണം. നമ്മൾ ഓർത്തു വെക്കാൻ എന്താ പഠിച്ചേ? ആറ്റത്തിന്റെ ന്യൂക്ലിയസില് രണ്ട് കണത്തെ നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കാണെന്നല്ലേ പഠിച്ചേ? പിൻ ചെയ്ത് വെച്ചേക്കാണെന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് എന്തോർക്കാം? പ്രോട്ടോണും ന്യൂട്രോണും ആണെന്ന് ഓർക്കാം. പിൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതില് പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂട്രോണിന്റെ ചാർജ് ഇല്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. അതും പഠിച്ചു. ഇനി നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റുന്ന ആറ്റത്തിലെ കണമാണ് ഡാഷ്. നിശ്ചിത പാതയിലൂടെ ആറ്റത്തിനെ ചുറ്റുന്ന, ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ചുറ്റുന്ന
ആറ്റത്തിലേക്കാണോ? ഏതാണ്? ന്യൂക്ലിയസിനെ ചുറ്റുന്ന ആറ്റത്തിലേക്കാണോ? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആണ്. ഇനി ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ് കേട്ടോ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ്. ഒരു പ്രോട്ടോൺ ആണ് അല്ലേ ഉള്ളത്? ഹൈഡ്രജൻ ആണ്. അതുപോലെ ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 1 അവന് ഒരു പ്രോട്ടോണേ ഉള്ളൂ. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? അത് 2 പ്രോട്ടോൺ ഉള്ള ആളാണ്. ആരാണ്? ഹീലിയം ആണ് കേട്ടോ. അപ്പൊ ഏറ്റവും ലഘുവായ ആറ്റം എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രോട്ടോൺ അല്ലേ ഉള്ളൂ, അത് ഹൈഡ്രജൻ ആണ്. ഏറ്റവും ചെറിയ ആറ്റം അപ്പൊ 2 പ്രോട്ടോൺ ആണ്. 2 പ്രോട്ടോൺ ഉള്ളപ്പോ എന്താണ്? ആറ്റം കുറച്ചുകൂടെ ചെറുതായിരിക്കും അല്ലെ? അപ്പൊ ഏറ്റവും ചെറിയ ആറ്റം ചോദിച്ചാൽ ഹീലിയത്തിന്റെയാണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഡാഷ് ആണ്. നമ്മൾ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ. ഏതാണ് പഠിച്ചത്? 2n². അപ്പൊ നമുക്കറിയാം എന്നിന്റെ നമ്പർ എത്രയാ? KLMN 4 ആണ് അല്ലെ? അപ്പൊ ഈ പറയുന്ന 2n² സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക. അപ്പൊ 4² 4 16. 16 2 32 ആണ് ഉത്തരം. അതുപോലെ അടുത്ത ചോദ്യം, കെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അത് നമ്മുടെ 2n² വെച്ച് കണ്ടുപിടിക്കാം. കെ ഷെല്ലില് ഉൾക്കൊള്ളിക്കാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². അപ്പൊ കെ ഷെല്ലിന്റെ എണ്ണം എത്ര? കെ 1ാം ഷെല്ലാണ് അല്ലെ? അപ്പൊ എന്നിന്റെ അവിടെ എത്രയാ കൊടുക്കുക? 1 കൊടുക്കുക. അപ്പൊ 1² 1 തന്നെ. അപ്പൊ എത്രയാണ്? 2 × 1 2 ഇലക്ട്രോണുകളാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ഉം എൻ ഷെല്ലില് 32 ആണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക ആരാണ്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക നമ്മൾ എന്താ കോഡ് പഠിച്ചേ? നമ്മൾ ജയിക്കുമ്പോ കേക്ക് മുറിക്കും അല്ലെ? ജയിക്കുമ്പോ പ്ലം കേക്കിംഗ് മുറിക്കും അല്ലെ? പ്ലം പുഡിംഗ്. അപ്പൊ ജയിക്കുമ്പോ കേക്ക് മുറിക്കും. ജെയ് തോംസൺ എന്ന് നമ്മൾ പഠിച്ചു വെച്ചു. അപ്പൊ ഏതാണ്? ജെ തോംസൺ ആണ് കേട്ടോ. ജെ തോംസൺ. അടുത്തത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചാരപാതയാണ് ഓർബിറ്റ് എന്ന ആശയം കൊണ്ടുവന്നത്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകള് കറങ്ങുന്ന പാതയാണ് ഓർബിറ്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന ആളാരാണ്? നമ്മൾ ഏതിലാ അത് പഠിച്ചേ? ബോർ ആറ്റം മോഡലിലല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത പാതയായിട്ടുള്ള ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോണ് കറങ്ങുന്നത് എന്ന ആശയം ആരുടെ മാതൃകയിലാണ് നമ്മൾ പഠിച്ചത്? ബോർ ആറ്റം മോഡലിലാണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ബോർ ആറ്റം മാതൃക. ബോർ ആറ്റം മോഡലിലാണ്. അപ്പോ നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ പഠിച്ചു. ഇനി അടുത്തത്, ആറ്റത്തിന്റെ സൗരയുധ മാതൃക. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നമ്മൾ ആരുടെയിലാണ് പഠിച്ചേ? ന്യൂക്ലിയർ മാതൃക, സൗരയുധ മാതൃക, പ്ലാനറ്ററി മോഡൽ, ഇതൊക്കെ ആരുടെയാണ്? റുദർഫോർഡ് ആണ് അല്ലെ? അപ്പോൾ ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരാണ് പ്രസന്റ് ചെയ്തത്? ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ചല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അത് ചോദ്യത്തില് ഒരു മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ആ മൂലകം ഏത് പീരീഡിലാണ് വരുന്നതെന്ന് എഴുതുക. അപ്പോ ഇലക്ട്രോൺ വിന്യാസം നോക്കി പീരീഡ് ഏതാണെന്ന് എഴുതുക. ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ്: 4s2 4p3. അപ്പോ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ 4p3 മൂന്ന് സാധനങ്ങളുണ്ട് അല്ലെ? അതില് പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ലെഫ്റ്റില് എഴുതിയിരിക്കുന്നതാണ് പീരീഡ്. അപ്പൊ ഇത് ഏത് പീരീഡിലാണ് വരുന്നത്? 4th പീരീഡാണ് കേട്ടോ. 4th പീരീഡാണ്. പഠിക്കാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം, 3 ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ഒരു ഗ്ലൂക്കോസ് തന്മാത്ര ഇവിടെ തന്നിട്ടുണ്ട്, C6H12O6. അറിയാലോ, C6H12O6 ആണ് ഒരു ഗ്ലൂക്കോസ് തന്മാത്ര. ഇത് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയാണ്. അപ്പൊ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയില് ആറ്റം അല്ല ചോദിച്ചേക്കുന്നത്, 3 ഗ്ലൂക്കോസ് തന്മാത്രയിലെ ആറ്റമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ എന്തോരം ആറ്റം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എത്ര ആറ്റം ഉണ്ട്? കാർബണിന്റെ 6, ഹൈഡ്രജന്റെ 12, ഓക്സിജന്റെ 6. അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര ആറ്റം വരും? 6 6 12 12 24. അപ്പൊ ഇതിൽ മൊത്തം 24 ആറ്റം ഉണ്ട് അല്ലെ? മൊത്തം ആറ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ എത്ര ആറ്റം ഉണ്ട്? ഈ
ഇൻറ്റു 3. അതായത് 3 ഗ്ലൂക്കോസ് തന്മാത്രയിൽ 72 ആറ്റങ്ങളുണ്ട്. ഉത്തരം എത്രയാണ്? 72 ആറ്റങ്ങൾ. ഉത്തരം 72 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടെത്തിയതാരാ? ഡാൾട്ടൺ. 1807 ഡാൾട്ടൺ, ജോൺ ഡാൾട്ടൺ അല്ലെ. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടെത്തിയത് ഡാൾട്ടൺ ആണ്. അടുത്തത്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. നമ്മുടെ കോഡ് എന്താ? വണ്ടി ന്യൂട്രലിൽ ഇട്ടില്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാടും എന്നല്ലേ നമ്മൾ പഠിച്ചേ. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് നമുക്ക് ഓർത്ത് വയ്ക്കുക. എങ്ങനെ? ജെയിംസ് ചാഡ്വിക് അല്ലെ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. അടുത്തത്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? നമ്മളത് ഓൾറെഡി കോഡിൽ പഠിച്ചു അല്ലെ. ജെ തോംസൺ അല്ലെ. ഇപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് പെട്ടെന്ന് ഓർക്കാം, ജെ തോംസൺ. അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ കൂടെ കണ്ടുപിടിച്ച ആളുകളുടെ പേര് തിരിഞ്ഞു. ഇത് ഇലക്ട്രോൺ ജെ തോംസൺ ഓർക്കാം. ജെ തോംസൺ, ജെ തോംസൺ ഓർക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയത് ആരാണ്? അല്ലെ. അപ്പൊ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്നും അതിനൊരു മൂല്യവുമുണ്ട്. അപ്പൊ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയ ആളാരാണ്? മില്ലിക്കൺ ആണ് കേട്ടോ. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. മില്ലിക്കൺ. ഈ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടെത്താനായിട്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിന്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് കേട്ടോ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വെച്ച് മില്ലിക്കൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അയിരും ധാതുവും, അയിരുകളും ധാതുക്കളും ഓർക്കാനുള്ള സിമ്പിൾ കോഡൊക്കെ നമ്മൾക്ക് ഫ്രണ്ട്ലി PSC ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.